ഗ്രാഫിക് ഡിസൈൻ മലയാളത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പെൻ ടൂളിനെ പറ്റിയാണ്. പെൻ ടൂൾ ഉപയോഗിക്കുന്നത് വരയ്ക്കാനും അല്ലെങ്കിൽ ഡിസൈൻസ് വരച്ചെടുക്കാനും അതുപോലെ തന്നെ ഇമേജ് കട്ട് ചെയ്തെടുക്കാനും അതിനായിട്ട് സെലക്ഷൻ ഉണ്ടാക്കാനും വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇമേജിന് സെലക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഇതിന് മുമ്പായിട്ട് ലാസോ ടൂൾ ഉപയോഗിച്ച് പഠിച്ചായിരുന്നു. ലാസോ ടൂളിനേക്കാളും കുറച്ചുകൂടി നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പെൻ ടൂൾ. പെൻ ടൂൾ ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് സെലക്ഷൻ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് പെൻ ടൂളിൻ്റെ കൂടെയുള്ളതൊക്കെ നമുക്ക് പരിചയപ്പെടാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ടൂൾ ബാറിൽ കാണുന്ന ഈ ഒരു ഏരിയ അതാണ് പെൻ ടൂളിൻ്റെ ഓപ്ഷൻസ്. ഇത്രയാണ് നമ്മുടെ പെൻ ടൂളിനകത്തുള്ളത്. അപ്പോൾ പെൻ ടൂളിൽ ഫസ്റ്റ് വണ് ഞാൻ പെൻ ടൂൾ തന്നെയാണ്. അത് സെലക്ട് ചെയ്തു കീബോർഡിൽ P പ്രസ് ചെയ്താലും നമുക്ക് പെൻ ടൂൾ ആക്റ്റീവായി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ കൾച്ചർ പോയിന്റ് നോക്കിയാൽ ഒരു പെൻ പോലെ തന്നെ ആ പോയിന്റ് കാണാൻ പറ്റുന്നതാണ്. നമുക്കിത് ഉപയോഗിച്ച് വരച്ച് നോക്കാം. അതായത് ഒരു പോയിന്റിൽ നിന്ന് ഒരു പോയിന്റിലേക്ക് വരയ്ക്കുമ്പം നമ്മൾ ഏത് ഷേപ്പിനാണോ ഓരോ ഷേപ്പിനനുസരിച്ച് നമ്മൾ ഓരോ പോയിന്റിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ ഒരു വര ഇങ്ങനെ വരുന്നത് കാണാം. ആ വരകൾ തമ്മിൽ കൂട്ടിമുട്ടിച്ച് കഴിയുമ്പം അതൊരു ഷേപ്പായിട്ട് അവിടെ രൂപപ്പെട്ടു. അതിനുശേഷം നമുക്കിതിന് സെലക്ഷൻ കിട്ടണമെങ്കിൽ കീബോർഡിൽ കൺട്രോളും എൻ്ററും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു സെലക്ഷൻ വേണം. ഒന്നുകൂടെ പറയാം. സെലക്ഷൻ കിട്ടണമെങ്കിൽ കീബോർഡിൽ കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്യുക. ഇല്ലെങ്കിൽ മേക്ക് സെലക്ഷൻ, അതായത് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം മേക്ക് സെലക്ഷൻ കൊടുക്കുക. ശേഷം ഇവിടെ ഓക്കെ കൊടുക്കണം വരും. അതിൽ എളുപ്പം നമുക്ക് പെട്ടെന്ന് ഓരോ വർക്ക് ചെയ്യുമ്പോഴും സെലക്ഷൻ കിട്ടാനായിട്ട് കീബോർഡിൽ കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്താൽ മതി. നമുക്ക് സെലക്ഷൻ കിട്ടാനായിട്ട്. ഈ സെലക്ഷൻ കളയാനായിട്ട് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. സെലക്ട് എന്ന് പറയുന്ന ഓപ്ഷൻസിൽ പോയി ഡീസെലക്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഈ സെലക്ഷൻ പോകുന്നതായിരിക്കും. അല്ലെങ്കിൽ അതിനൊരു ഷോർട്ട് കട്ടുണ്ട് കൺട്രോൾ D എന്ന്. ആ ഷോർട്ട് കട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. അപ്പം ഞാൻ ഡീസെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്ത് ആ സെലക്ഷൻ പോയി. ഒരിക്കൽ കൂടി നമുക്ക് പെൻ ടൂൾ വരച്ച് നോക്കാം. ഇപ്പോൾ ഞാൻ ഒരു പോയിന്റ് കൊടുത്ത് അടുത്ത പോയിന്റിലേക്ക് ക്ലിക്ക് ചെയ്തപ്പോൾ നേരെ ഒരു ലൈന്. ഇങ്ങനെ നമ്മൾ നേരെ കൊടുത്താലും നേരെ ലൈനാണ് വരുന്നത്. ബാക്ക് സ്പേസ് കൊടുത്താൽ ഈ ബട്ടൺ ഓരോന്നായിട്ട് നമ്മൾ ഡിലീറ്റ് ആയി പൊക്കോളും കേട്ടോ. അതിനുശേഷം ഒരു പോയിന്റിൽ നിന്ന് കൊടുത്ത് നമ്മളൊന്ന് വളച്ച്, അതായത് എൻ്റെ പോർഷൻ എവിടെയാണോ വേണ്ടത് അവിടെ ചെല്ലുമ്പോൾ മൗസ് ഒന്ന് താഴേക്ക് ഡ്രാഗ് ചെയ്യുന്നുണ്ട്. ഒന്ന് വളച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് ഓവൽ ഷേപ്പ് അല്ലെങ്കിൽ കേർവഡ് ആയിട്ട് നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. ഒരിക്കൽ കൂടെ കാണിച്ചു തരാം. ഒന്ന് ക്ലിക്ക് ചെയ്യുക. വേണ്ട പോയിന്റിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് നമ്മൾ വേണ്ട ഷേപ്പിന് മുകളിലോട്ടാണെങ്കിൽ മുകളിലോട്ട് കൾച്ചർ പോയിന്റ് ഇങ്ങനെ വരച്ചെടുക്കുക. അപ്പം ആ ഒരു ഷേപ്പ് വരും. താഴേക്കാണെങ്കിൽ കൾച്ചർ അവിടെ ഞെക്കി പിടിച്ചുകൊണ്ട് താഴേക്ക് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ആ ഒരു പോയിന്റിൽ വരും. അതിനുശേഷം നമ്മൾ കൾച്ചർ വിട്ട് കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആ ഷേപ്പ് കിട്ടും. വീണ്ടും അതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതുപോലെ തന്നെ അടുത്ത പോയിന്റിലേക്ക് കൊടുക്കുക. അതിനുശേഷം കൾച്ചർ പോയിന്റ് ഒന്ന് വിടുക. അതിനുശേഷം വീണ്ടും വരച്ചിട്ട് നമുക്ക് ഈ ലൈനുമായിട്ട് കൂട്ടി യോജിപ്പിക്കാം. കീബോർഡിൽ കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഷേപ്പിലൊരു സെലക്ഷൻ വന്ന് കാണും. ഈ സെലക്ഷൻ നമുക്ക് വേണമെങ്കിൽ ലെയർ പാലറ്റിൽ പോയി പുതിയ ലെയർ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടുന്ന് കളറിൻ്റെ ഓപ്ഷൻ മാറ്റിയിട്ട് വേറൊരു കളർ എടുത്തതിന് ശേഷം പെയിൻറ്റ് ബക്കറ്റ് ടൂൾ എടുത്ത് നമുക്കവിടെ ഫില്ല് ചെയ്യാൻ പറ്റും. ഇത്രയും ടൂൾ നമ്മളിപ്പോൾ കഴിഞ്ഞ അധ്യായങ്ങളോട് പഠിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞത്. പെയിൻറ്റ് ബക്കറ്റ് ടൂൾ പഠിച്ചതാണ്, പുതിയ ലെയർ എടുക്കാൻ പഠിച്ചതാണ്, കളർ എടുക്കാനും പഠിച്ചതാണ്. അപ്പം ഇതാണ് പെൻ ടൂൾ ഉപയോഗിച്ച് നമ്മൾ വരച്ച് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ഞാനിപ്പോൾ ഒരു ഷേപ്പ് ഇങ്ങനെ ഒരു ഷേപ്പിൽ ഇങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ശേഷം ഇപ്പോൾ ഞാനൊരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്തു. ഇത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ വളഞ്ഞിരിക്കുന്ന ഭാഗം പോയിൻ്റായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഈ പോയിൻ്റ് കൺവേർട്ട് ടു പോയിൻ്റ് ടൂൾ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുപോയി ഒന്ന് പ്രസ് ചെയ്യുക. കണ്ടോ? പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതൊരു പോയിൻ്റായിട്ട് ഈ ഭാഗത്ത് മാറി. നമുക്കിവിടെ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ വീണ്ടും അതിനെ നമുക്ക് റീഷേപ്പ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. ഈ പോയിൻ്റ്, അതായത് ഈ ആരോ വരുന്നത് പോയിൻ്റാക്കി. നേരത്തെ കർവായിരുന്നു, ഈ കർവിനെ മാറ്റി പോയിന്റിലേക്ക് കൊണ്ടുപോകണമെങ്കിലാണ് നമ്മളിവിടെ പോയി കൺവേർട്ട് ടു പോയിന്റ് ടൂൾ സെലക്ട് ചെയ്യുക. ഏത് പോയിൻ്റാണോ പോയിൻ്റായിട്ട് വരേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു ഇതിലേക്ക് മാറുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെയാണ് ഇതിനകത്ത് കർവ്
പെൻ ടൂളുണ്ട് കർവിലേക്ക് മാറ്റാനായിട്ട്. ഇപ്പോൾ ഈ പോയിന്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇത് നമുക്ക് ഡ്രാഗ് ചെയ്ത് നമുക്ക് കർവായിട്ട്, അതായത് ഇങ്ങനെ ഏത് സൈഡിലേക്ക് വേണമെങ്കിലും ആംഗിളിലേക്ക് മാറ്റി കൊടുത്ത് നമ്മുടെ ഓരോ പോയിന്റിനെയും മാറ്റാനായിട്ട് പറ്റുന്നതാണ്. ഇത് കർവിലേക്ക് മാറ്റുന്ന ഇവിടെ 2 പോയിന്റ് വരും. അതായത് കണ്ടോ, കർവ് എന്നുള്ള ഒരു ഡിസൈനിലേക്ക് ഹാഫ് കർവിലേക്ക് വരയ്ക്കാനായിട്ടാണ് ഇപ്പോൾ നമ്മൾ വരച്ചൊരു ഡിസൈൻ ആയിരുന്നത് കർവിലേക്ക് മാറി. ഒരിക്കൽ കൂടി അതേ ലൈൻ വരച്ചു. വീണ്ടും നമ്മളൊന്ന് ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമ്മൾ കണ്ടോ, വരച്ച ഏത് രീതിയിലേക്ക് വേണമെങ്കിലും സെലക്ഷൻ കൊടുക്കാം. ഒരിക്കൽ കൂടി ഞാൻ ആ ടൂള് പഠിപ്പിച്ച് തരാം. ഞാനൊന്ന് പെൻ ടൂൾ എടുത്തു. നമ്മൾ 2 സ്ട്രെയിറ്റ് വര വരയ്ക്കുകയാണ്. സ്ട്രെയിറ്റ് വര വരച്ച് നമുക്ക് അതിനിടയ്ക്ക് കർവ് വേണമെങ്കിലാണ് കർവ് പെൻ ടൂൾ നമ്മൾ എടുക്കുന്നു. ഏത് ഭാഗത്താണോ വേണ്ടത് അവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്ത് ഒരു പോയിന്റ് കൂടി ആഡ് ചെയ്യുക. അതിനുശേഷം മൗസ് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോഴാണ് ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്യുന്നത് കാണാം. ആ സംഭവത്തെ പിടിച്ച് നമ്മളിങ്ങനെ തിരിച്ച് ചെയ്യുമ്പോൾ കണ്ടോ, നമ്മുടെ നമ്മുടെ ആ വരച്ച ലൈൻ ഒരു കർവായിട്ട് രൂപപ്പെട്ടു വന്നു. അതിനുശേഷം നമുക്ക് ബാക്കി കൂടി കർവായിട്ട്, അങ്ങനെ നമ്മൾ കർവ് വരുമ്പോൾ ഒന്ന് വളച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഷേപ്പിലേക്ക് വരച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇത് സെലക്ഷൻ വരണമെങ്കിൽ കീബോർഡ് കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ വീണ്ടും പെൻ ടൂൾ ഉപയോഗിച്ച് ഞാൻ ഒരു ലൈൻ കൂടെ വരച്ചു. അതിനുശേഷം ഇതിനകത്ത് ആഡ് ആങ്കർ പോയിൻ്റ് ഉണ്ട്. ആങ്കർ പോയിൻ്റ് ആഡ് ചെയ്യുക പറഞ്ഞാൽ ഒരു പോയിൻ്റ് കൂടെ ഇങ്ങനെ ആഡ് ചെയ്യുക. അതിനുശേഷം നമുക്കിത് എഡിറ്റ് ചെയ്യാം. ഇങ്ങനെ കർവിൽ ഒരു പോയിൻ്റ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആഡ് ചെയ്യാനും കർവ് ഒക്കെ പുതിയ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാനും പറ്റുന്നതാണ്. അതുപോലെ തന്നെയാണ് അടുത്ത് കിടക്കുന്ന ഡിലീറ്റ് ആങ്കർ പോയിൻ്റ്. ഈ ഡിലീറ്റ് ആങ്കർ പോയിൻ്റ് എടുത്തതിന് ശേഷം നമ്മുടെ ആങ്കർ പോയിൻ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പോയിൻ്റ് ഡിലീറ്റായി. ഇപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നിനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഡിലീറ്റ് കട്ട് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ്, താഴത്തെ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്തു, അതിന് ശേഷം മേളിൽ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്തു. പക്ഷേ ഇതിനിടയ്ക്ക് നമ്മൾ ഇത് കണ്ടോ, പിക്ചറിൽ നിന്നും കുറച്ച് മാറിയാണ്, ഈ ഡ്രസ്സിൻ്റെ പോയിന്റിൽ നിന്ന് മാറിയാണ് കിടക്കുന്നത്. അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു പോയിന്റ് ആഡ് ചെയ്യണം ഇവിടെ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇത് കൊണ്ടുവരുമ്പോൾ തന്നെ ഒരു പ്ലസ് മാർക്ക് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവിടെ ഒരു പോയിന്റ് കൂടി ആഡ് ചെയ്യപ്പെട്ടു. ഇനി ഇത് എഡിറ്റ് ചെയ്യാനായിട്ട് കൺട്രോൾ കീ പ്രസ് ചെയ്യുമ്പോൾ ഒരു പോയിന്റർ വരും. അത് കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ ഈ സംഭവം കർവായിട്ട് നമുക്ക് വരും. അതുകൊണ്ട് ഇനി ഈ ഭാഗം ഒന്ന് എഡിറ്റ് ചെയ്യണം. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒരു പോയിന്റ് ആഡ് ചെയ്യുക. വീണ്ടും കൺട്രോൾ കീ പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ കൺട്രോൾ കീ പ്രസ് ചെയ്തതിന് ശേഷം ഈ ഭാഗം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ വരെ കുഴപ്പമില്ല. ഇനി നമ്മൾ അടുത്ത ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഞാനൊരു വര നേരിട്ട് സ്ട്രെയിറ്റും കൊടുത്തു. നടുക്ക് ഒരു പോയിന്റ് ആഡ് ചെയ്തു. കൺട്രോൾ കീ പ്രസ് ചെയ്തൊരു കർവിൽ ഈ ഷേപ്പിലേക്ക് മാറ്റി. വീണ്ടും ഞാൻ ഇവിടെ ഒരു പോയിന്റ് ആഡ് ചെയ്തു. സെൻറ്ററിൽ ഒരു പോയിന്റ് ആഡ് ചെയ്തതിന് ശേഷം കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു ഷേപ്പിലേക്ക് 2 സൈഡിലേക്കും ഡ്രാഗ് ചെയ്ത് ആ ഒരു ഷേപ്പിലേക്ക് നമ്മൾ ആ ലൈന് കൊടുത്തു. ഇനി അടുത്ത കർവ് പോയിന്റിന് ഈ പോയിന്റ് വരെ ഒരു ലൈൻ ഞാൻ കൊടുത്തു. ഇപ്പോൾ ഈ ലൈൻ നേരെയാണ് കിടക്കുന്നത്. സെൻറ്ററിൽ ഒരു പോയിന്റ് നമ്മൾ ആഡ് ചെയ്യുന്നു. അതിന് ശേഷം കൺട്രോൾ കീ പ്രസ് ചെയ്തിട്ട് സെൻറ്റർ പിടിച്ച് താഴേക്ക് ഡ്രാഗ് ചെയ്ത് കഴിയുമ്പോൾ ഏതാണ്ട് ഈ ഷേപ്പിലേക്ക് നമ്മുടെ കർവിനെ കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിക്ചർ കട്ടായി പോകാതെ നോക്കണം, ഇത് ചെയ്യണം. ഇനി ഈ പോയിന്റിൽ നിന്ന് അടുത്ത് ഈ ഒരു പോയിന്റിലേക്ക് ഞാൻ കൊടുത്തു. സെൻറ്ററിലൊരു പോയിന്റ് ആഡ് ചെയ്തു. കീബോർഡിൽ കൺട്രോൾ കീ പ്രസ് ചെയ്തതിന് ശേഷം ആ ഒരു ഷേപ്പിലേക്ക് നമ്മൾ
അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്തെടുക്കുന്നത് തുടങ്ങി എൻ്റെ വർഷം വരെ സെലക്ട് ചെയ്തു. അതിനുശേഷം കീബോർഡിൽ കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്ത് നമ്മൾ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. ഡിലീറ്റ് ചെയ്യാനുള്ള അതിലേക്ക് നമ്മളെത്തി നമ്മുടെ കീബോർഡിൽ ബാക്ക് സ്പേസിലെ ഡിലീറ്റ് പ്രസ് ചെയ്യാം. അപ്പോൾ ഡിലീറ്റിൽ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ, അതായത് നമ്മൾ സെലക്ഷനായി ഇന്നയാണ് ഭാഗമാണ് സെലക്ഷനായി കിടക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ സെലക്ട് ഓപ്ഷനിൽ പോയിട്ട് ഇൻവേഴ്സ് ചെയ്യുമ്പോൾ അൺഡു ചെയ്യുക. അതിനുശേഷം സെലക്ഷൻ ഇൻവേഴ്സ് കൊടുത്ത് കഴിയുമ്പോൾ നമ്മൾ പിക്ചറിൻ്റെ പുറത്തേക്കുള്ള ഭാഗം സെലക്ഷൻ വരും. ഇനി നമ്മൾ ഡിലീറ്റ് ചെയ്ത് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഡിലീറ്റിൻ്റെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഡിലീറ്റായി നമ്മുടെ ഇമേജ് മാത്രം ആയിട്ട് വന്നു. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ പഠിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ എഡ്ജസ് ഷാർപ്പനായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഷാർപ്പനല്ല, കുറച്ച് നമുക്ക് പതറായിട്ട് കിട്ടണമെങ്കിൽ ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് സെലക്ഷൻ എന്ന് പറഞ്ഞ് സെലക്റ്റിൻ്റെ അകത്ത് പോയിട്ട് ഫെദർ മോഡിഫൈക്കകത്ത് ഫെദർ എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. സെലക്റ്റിനകത്ത് മോഡിഫൈ ഫെദർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഫെദർ ഒരു 5 കൊടുക്കുക. ശേഷം ഓക്കെ. ഇനി നമ്മളൊന്ന് ബാക്ക് സ്പേസ് ഡിലീറ്റ് ചെയ്ത് നോക്കാം. ഡിലീറ്റ് ചെയ്യുമ്പോൾ കണ്ടോ എഡ്ജസ് കുറച്ചുകൂടി സോഫ്റ്റായിട്ട് വരും. അതിന് ഒന്നുകൂടി നമുക്ക് ഫെദർ കൊടുത്ത് നോക്കാം. ഫെദർ മോഡിഫൈക്കകത്ത് ഫെദർ എടുത്തു ഞാനൊരു 15 കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുന്നു. ദെൻ വീണ്ടും ഡിലീറ്റ് ചെയ്യുന്നു. അപ്പോൾ കുറച്ചുകൂടി എഡ്ജസ് സ്മൂത്തായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫെദർ ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാനാണ്. അപ്പോൾ കുറച്ച് സ്മൂത്തായിട്ട് നമുക്ക് ഇതിൻ്റെ എഡ്ജസ് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്കൊരു പഠിച്ചാണ് ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഇങ്ങനെ കളർ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഇമേജിനെ പ്ലേസ് ചെയ്യാമെന്ന് ഞാനൊരു ഇമേജ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കാണിക്കാം. ഒരു ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് ഓപ്പൺ ചെയ്തു. ബാക്ക്ഗ്രൗണ്ടാണ് കട്ട് ചെയ്ത് ഇവിടെ ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്ത ലെയറിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുകയാണ്. പേസ്റ്റ് ചെയ്തിട്ട് ലെയറിലെ ലെയർ 0 ഫ്രണ്ടിലേക്ക് ആക്കിയപ്പോൾ നമ്മുടെ ഈ ലെയർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. കൺട്രോൾ T കൊടുത്ത് ട്രാൻസ്ഫോം ചെയ്ത് ഒന്ന് വലുതാക്കി നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കറക്റ്റാക്കി ഈ പിക്ചറിന് വേണ്ട രീതിയിൽ ഒന്ന് ക്രമീകരിച്ച് വയ്ക്കുക. ഇപ്പോൾ കണ്ടോ നമ്മൾ കട്ട് ചെയ്തതാണെന്ന് തോന്നുമോ? ഇല്ല. അപ്പോൾ നമ്മളൊരു പുതിയ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമ്മൾ കട്ട് ചെയ്ത ഇമേജ് മാറ്റി ഇതിനോടൊപ്പം തന്നെ തൊട്ട് പുറകിലത്തെ അധ്യായത്തിൽ നമ്മൾ പഠിച്ച ബ്ലർ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ബ്ലർ ചെയ്ത് കൊടുക്കാം. കുറച്ച് ഭാഗം ഞാൻ പോയിൻ്റ് കുറച്ചുകൂടി വലുതാക്കിയിട്ട് ഒന്ന് ഈ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഒന്ന് ഞാൻ ബ്ലർ ചെയ്ത് കൊടുക്കുകയാണ്. ബ്ലർ പതുക്കെ ആക്റ്റീവായിട്ട് വരുമ്പോൾ സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് അപ്പോൾ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ പെൻ ടൂൾ ഉപയോഗിച്ച് കട്ട് ചെയ്യാൻ പഠിച്ചു, പെൻ ടൂൾ ഉപയോഗിച്ച് സെലക്ഷൻ ചെയ്യാൻ പഠിച്ചു, പല രീതിയിലുള്ള ഷേപ്സ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു. ഇപ്പോൾ ഒരു ഇമേജ് കട്ട് ചെയ്ത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ വേറൊരു ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവന്ന് വെച്ച് നമ്മൾ എഡിറ്റ് ചെയ്യാനായിട്ട് ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പഠിച്ചു. അതിനകത്ത് നമ്മൾ ബ്ലർ ടൂൾ ഒന്ന് ആഡ് ചെയ്തു. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഈ ഒരു ഭാഗത്തെ പറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, ഞാൻ പറഞ്ഞു തരുന്നതാണ്. താങ്ക് യു.